ഹരി ഓം. സംസ്കാര സംഘടന സേവ ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതി NYC മലയാളം നമ്മൾ പതിവായി നാരായണീയ പഠനം നടത്തുന്നുണ്ട്. അതില് ഇന്ന് 75ാമത്തെ ദിവസമാണ്. എന്ന് പറഞ്ഞാൽ 65ാം ദശകമായ ഗോപികമാരുടെ ഭഗവത് സാമീപ്യം അല്ലെങ്കിൽ ഗോപിക ആഹ്ലാദം, ഇതാണ് ഇന്നത്തെ ദശകം. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ സെഷൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ പങ്കെടുക്കുന്നത് 7 അമ്മമാരും അവരുടെ മക്കളുമാണ്. എന്ന് പറഞ്ഞാൽ അവർ 14 പേരുണ്ട്. ഞാനടക്കം, ഞാൻ ആങ്കറിങ് ആണെങ്കിലും അങ്ങനെ 15 പേരാണ് ഇന്ന് പങ്കെടുക്കുന്നത്. അപ്പോഴേ ഈ അമ്മമാരാരൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതില് ധ്യാന ശ്ലോകം ചൊല്ലുന്ന അമ്മ എന്ന് പറയുന്നത് നമ്മുടെ SPYSSന്റെ മുഖ്യനായിട്ടുള്ള, നമ്മുടെ യോഗയുടെ മുഖ്യനായിട്ടുള്ള ഗോവർണന്റെ അമ്മയായ ഭാനുമതിയൊക്കെയാണ്. പിന്നെ ഇതിൽ പങ്കെടുക്കുന്നവര് ജ്യോതിയൊക്കെയുണ്ട്. ജ്യോതിയക്ക, ഓമനക്ക, ജയലക്ഷ്മി അക്ക, സിന്ധു അനന്തക്ക, ദേവകിയക്ക, ലതാ ദിവാകരക്ക, ഇത്രയും അമ്മമാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇവരുടെയൊക്കെ റോൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഗോവർണന്റെ അമ്മയായ ഭാനുമതിയക്ക ധ്യാന ശ്ലോകം ചൊല്ലും. അതേപോലെ ജ്യോതിയൊക്കെയാണ് 4 ശ്ലോകങ്ങളുടെ ചാൻഡിങ് ഗൈഡൻസും അതേപോലെ അതിന്റെ തന്നെ എക്സ്പ്ലനേഷനും. പിന്നെ സിന്ധു അനന്തൊക്കെയാണ് ലാസ്റ്റ്. ഇതിനകത്ത് 9 ശ്ലോകങ്ങളേ ഉള്ളൂ. നമുക്ക് ഈ നാരായണീയത്തിലെ ദശകങ്ങളില് 10ൽ താഴെ ദശകങ്ങളുള്ളത് ഈ ഒരു ദശകം മാത്രമാണ്. 9 ദശകങ്ങളേ ഉള്ളൂ. അപ്പൊ സിന്ധു അനന്തൊക്ക ബാക്കി 5 ശ്ലോകങ്ങളുടെ ചാൻഡിങ് ഗൈഡൻസും എക്സ്പ്ലനേഷനും നടത്തും. പിന്നെ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഭാനുമതിയക്കയുടെ മകനായ നമ്മുടെ മുഖ്യനായ ഗോവർണൻ 1ാമത്തെ ശ്ലോകം, 2ാമത്തെ ശ്ലോകം ലതീഷണ്ണന്റെ അമ്മയായ ഓമനാക്ക, പിന്നെ അടുത്തത് ലതീഷണ്ണനാണ്, പിന്നെ 4ാമത്തെ സാത്വിക് അണ്ണന്, പിന്നെ അടുത്തത് ജയലക്ഷ്മി അക്ക, സുസ്മിത അണ്ണൻ, ജയലക്ഷ്മി അക്കയുടെ മകനാണ് സുസ്മിത അണ്ണൻ, പിന്നെ അഭിനവണ്ണൻ, പിന്നെ പ്രണവണ്ണൻ, പ്രവീണണ്ണൻ, ദേവകിയക്ക, ഇത്രയും പേരാണ് ഈ ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അതില് നമുക്ക് ഇന്നത്തെ സ്പെഷ്യലായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് 4 പേര് ഇന്ന് പുതുമുഖങ്ങളാണ് ഇതിനുള്ളത്. അതിലെ ഒന്ന് ഗോവർണന്റെ അമ്മയാണ് ഭാനുമതിയൊക്കെ. ഇതുവരെയും നമുക്ക് ഇതില് എത്തിയിട്ടില്ല. ഇന്ന് വന്നു കണ്ടതില് ആ സാമീപ്യം ഉണ്ടായതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അക്കയ്ക്ക് ഇതിലേക്ക് സ്വാഗതം, ആദരവോടെ സ്വാഗതം അർപ്പിക്കുന്നു. ഹരിയോ. പിന്നെ അടുത്തത് സിന്ധു അക്കയുടെ മകനായ അഭിനവാണ്. അഭിനവ് ഇപ്പം ബാംഗ്ലൂരിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇപ്പൊ ബോർഡ് എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണ്. അണ്ണന് പുതിയൊരാളാണ്. പിന്നെ ദേവകിയക്കയുടെ മകന് പ്രവീണണ്ണൻ കോട്ടക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അപ്പൊ വന്നതിൽ വലിയ സന്തോഷം. ഈ തിരക്കിനിടയിലും ഇവിടെ വന്ന് ഇതില് പങ്കെടുത്തതിൽ സന്തോഷമുണ്ട്. അതേപോലെ ലതാ ദിവാകർക്കയുടെ മകൻ ശരത്ത് ബാംഗ്ലൂരിൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇവരുടെ എല്ലാ സാന്നിധ്യം, പുതുതായിട്ട് വന്ന എല്ലാവരുടെയും സാന്നിധ്യത്തില് വലിയ സന്തോഷമുണ്ട്. പിന്നെ ഇതില് പങ്കെടുക്കുന്ന ഇത്രയും പേരുടെ 7 അമ്മമാരും 7 മക്കളും ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ ഇന്ന് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത് നമ്മുടെ ലതാ ദിവാകറൊക്കെയാണ്. അതിന് ഇപ്പൊ ലോകകല്യാണ മന്ത്രം ശരത്തണ്ണനും ചെയ്യും. അങ്ങനെ ഇന്നത്തെ നാരായണീയ സന്ധ്യ നമുക്ക് നല്ല രീതിയിൽ നടത്താനായിട്ട് ഗുരുവായൂരപ്പൻ സഹായിക്കട്ടെ. ഇന്ന് അപ്പൊ എല്ലാവരെയും ഞാൻ ഈ പാർട്ടിസിപ്പൻസിനെ എല്ലാം ആദരവോടെ സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. പിന്നെ ഇതില് ഇന്നിപ്പം വന്നിരിക്കുന്ന ശ്രോതാക്കളായിട്ട് വന്നിരിക്കുന്ന എല്ലാ യോഗബന്ധുക്കളും അല്ലാത്തവരും എല്ലാവരെയും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇന്നിപ്പോ ആരൊക്കെയാണ് ആദ്യമായിട്ട് ചെല്ലാൻ പോകുന്നത്? നമ്മുടെ ധ്യാന ശ്ലോകം നമ്മുടെ ഭാനുമതിയൊക്കെയാണ്. ഭാനുമതിയൊക്കെ ഞാൻ സ്നേഹപൂർവ്വം ആദരവോടെ ഭാനുമതിയൊക്കെ ഇതിലേക്ക് ക്ഷണിക്കുന്നു ധ്യാന ശ്ലോകം ചെല്ലുന്നതിന് വേണ്ടി. ഹരിയോം ഭാനുമതിയൊക്കെ. ഹരിയോം. അജഗനാനന പത്മാർക്കം ഗജാനന മഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം വാസ്മഹേ. ശ്രീമഹാഗണപതേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ.
സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാസരസ്വതിയേ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോ ഹരിയോം ഭാനുമതിയൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അക്കയുടെ സാന്നിധ്യം ത്തില് ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി. ഹരിയോം. അടുത്തതായിട്ട് ജ്യോതിയൊക്കെ 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങൾ ചാൻഡിങ് ഗൈഡൻസിന് വേണ്ടിയും, ഒന്നാമത്തെ ശ്ലോകം റെപ്പറ്റീഷന് വേണ്ടി നമ്മുടെ പ്രമുഖ ഗോവർണനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരിയോം. ഹരിയോം. ദശകം 65 നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഗോപികളുടെ ഭഗവത് സമീപ പ്രാപ്തിയാണ്. വൃത്തം വസന്ത തിലകമാണ്. നമുക്ക് ശ്ലോകം ആദ്യം നമുക്ക് ശ്ലോകം ഒന്ന് വിഭജിച്ച് നോക്കാം, എങ്ങനെയാണ് അത് വരാന്നുള്ളത്. ഗോപീജനായ കഥിതം നിയമ അവസാനെ, അതാണ് നിയമാവസാനെ. മഹോത്സവം ത്വം അധ സാധയിതും പ്രവൃത്തഹേ. സാന്ദ്രേണ ചാന്ദ്ര മാസഃ ശിശിരീകൃത ആശേ. പ്രാപൂരയഃ മുരളികാ യമുനാ വന ആന്തെ. അതാണ് യമുനാ വനാന്തെ എന്ന് പറയുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമദ സാധയിതും പ്രവൃത്താഃ. ഗോപീജനായ കഥിതം നിയമാവസാനെ മാരോത്സവം ത്വമത സാധയിതും പ്രവൃത്തഃ. സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ. പ്രാപൂരയോ മുരളികാം യമുനാവനാന്തെ. സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ. പ്രാപൂരയോ മുരളികാം യമുനാവനാന്തെ. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമദ സാധയിതും പ്രവൃത്താഃ. സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ. പ്രാപൂരയോ മുരളികാം യമുനാവനാന്തെ. ഗോപീജനായ കഥിതം നിയമാവസാനെ മാരോത്സവം ത്വമത സാധയിതും പ്രവൃത്തഃ. സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ. പ്രാപൂരയോ മുരളികാം യമുനാവനാന്തെ. ഇനി നമുക്ക് ശ്ലോകം 2 വിച്ഛേദം നോക്കാം. സമ്മൂർച്ഛനാഭിഹി ഉദിതാ സ്വര മണ്ഡലാഭിഹി സമ്മൂർച്ഛയന്തം അഖിലം ഭുവന അന്തരാളം. ത്വത് വേണുനാഥ ഉപകർണ്യ വിഭോ തരുണ്യഃ. തത് അദൃശം തമപി ചിത്ത വിമോഹം ആപുഹു. നമുക്ക് ശ്ലോകം ചൊല്ലാം. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭിഃ സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭിഃ സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം. ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യ. തത്താദൃശം കമപി ചിത്ത വിമോഹമാപു. തദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യ.
തത്താദൃശം കമപി ചിത്തവിമോഹമാപുഃ. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭിः സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം त्वद्वेणुनादमुपकर्ण्य विभोतरुण्य तत्तादृशं कमपि चित्तविमोहमापुः. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭിः സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം തദ്വേണുനാദമുപകർണ്യ വിഭോതരുണ്യ തത്താദൃശം കമപി ചിത്തവിമോഹമാപുഃ. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകത്തിന്റെ വിച്ഛേദം നോക്കാം. താഹ ഗേഹകൃത്യ നിരതാഹ തയാ പ്രസക്താഹ കാന്താ ഉപസേവന പരാഹ ച സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവ മോഹിതഃ തേ. മോഹിതഃ തേ എന്നുള്ളതാണ് മോഹിതാസ്തേ എന്ന് പറയുന്നത്. കാന്ധാരദേശം അയി കാന്തതനോ സമേതഃ. ശ്ലോകം ചൊല്ലാം. താഗേഹ കൃത്യ നിരതാസ്തനയ പ്രസക്ത കാന്തോപസേവന പരാശ്ച സരോരുഹാക്ഷ്യാ. താഗേഹ കൃത്യ നിരതാസ്തനയ പ്രസക്താഃ കാന്തോപസേവന പരാശ്ച സരോരുഹാക്ഷ്യഃ. സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്ധാരദേശമയി കാന്തതനോ സമേതാ. സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേതാഃ. താഗേഹ കൃത്യ നിരതാസ്തനയ പ്രസക്താ കാന്തോപസേവന പരാശ്ച സരോരുഹാക്ഷ്യാ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേതാഃ. താഗേഹ കൃത്യ നിരതാസ്തനയ പ്രസക്താഃ കാന്തോപസേവന പരാശ്ച സരോരുഹാക്ഷ്യാ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തനോ സമേതാഃ. ശ്ലോകം 4 വിച്ഛേദം നോക്കാം. കാശ്ചേത് നിത അംഗ പരിഭൂഷണം ആദധാന വേണു പ്രണാദം ഉപകർണ്യ ഹൃദ അർദ്ധഭൂഷഃ ഭൂഷഃ ത്വാം ആഗത നനു തഥാ ഏവ വിഭൂഷിതാഭ്യാഃ താഃ ഏവ സം രുരുചിരേ തവ ലോചനായ. കാശ്ചിന്യജാംഗ പരിഭൂഷണമാദധാന വേണു പ്രണാദമുപകർണ്യ കൃതാർദ്ധഭൂഷാഃ. കാശ്ചിന്യജാംഗ പരിഭൂഷണമാദധാന വേണു പ്രണാദമുപകർണ്യ കൃതാർദ്ധഭൂഷാ വാമാഗതാ നനു തഥൈവ വിഭൂഷിതാഭ്യാ सा एव संरुचिरे तव लोचनाय. त्वामगताननु तदैव विभूषिताभ्या सा एव संरुचिरे तव लोचनाय. काशिन्यजांग परिभूषणमादधान वेणुप्रणादमुपकर्ण्य कृतार्धभूषा वामागता ननु तथैव विभूषिताभ्या ता एव संरुचिरे तव लोचनाय. काशिन्यजांग परिभूषणमादधाम्य वेणुप्रणादमुपकर्ण्य कृतार्धभूषा त्वामगताननु तथैव विभूषिताभ्या सा एव संरुचिरे तव लोचनाय. ഹരിം സിന്ധുക്ക. ഹരിയോ. അടുത്തതായി 1 മുതൽ 4 വരെ 5 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ ചാന്റിംഗ് ഗൈഡൻസിന് വേണ്ടി സിന്ധു അനന്താക്കിയെയും ബാക്കി ശ്ലോകങ്ങളുടെ അടുത്ത ശ്ലോകത്തിന് ചെയ്യാൻ വേണ്ടി
ജയലക്ഷ്മിയൊക്കെയും സാദരം ക്ഷണിക്കുന്നു. ഹരിയോ. ഹരി ഓം. അഞ്ചാമത്തെ ശ്ലോകം പദച്ഛേദം നോക്കാം. ഹാരം ഹാരം നിതംബ ഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വം ആത്മ ജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാ. ഹാരം നിതംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം. ഹാരം നിതംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം. ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദതുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാത്. ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദതുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാൽ. ഹാരം നിതംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദതുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാത്. ഹാരം നിതംബഭുവി കാഞ്ചന യാതയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദതുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാൽ. അടുത്തത് ആറാമത്തെ ശ്ലോകം പദവിച്ഛേദം നോക്കാം. കാചിത് കുചേ പുനഃ അസജ്ജിത കഞ്ചുളീക. അതാണ് പുനരസജ്ജിത കഞ്ചുളീക. വ്യാമോഹതഃ പരവധൂഭിഃ അലക്ഷ്യമാണ പരവധൂഭിരലക്ഷ്യമാണ ത്വാം ആയയൗ നിരുപമ പ്രണയ അധിഭാര പ്രണയാതിഭാര രാജ്യ അഭിഷേക വിധയേ രാജ്യാഭിഷേക വിധയേ കലശീധര ഇവ കലശീധരേവ. കാചിത് കുചേ പുനരസജ്ജിത കഞ്ചുളീക വ്യാമോഹത പരവധൂഭിരലക്ഷ്യമാണ. കാചിത് കുചേ പുനരസജ്ജിത കഞ്ചുളീക വ്യാമോഹത പരവധൂഭിരലക്ഷ്യമാണ. ത്വാമായയൗ നിരുപമ പ്രണയാതിഭാര രാജ്യാഭിഷേക വിധയേ കലശീധരേവ. ത്വാമായയൗ നിരുപമ പ്രണയാതിഭാര രാജ്യാഭിഷേക വിധയേ കലശീധരേവ. കാചിത് കുചേ പുനരസജ്ജിത കഞ്ചുളീക വ്യാമോഹത പരവധൂഭിരലക്ഷ്യമാണ. ത്വാമായയൗ നിരുപമ പ്രണയാതിഭാര രാജ്യാഭിഷേക വിധയേ കലശീധരേവ. കാചിത് കുചേ പുനരസജ്ജിത കഞ്ചുളീക വ്യാമോഹത പരവധൂഭിരലക്ഷ്യമാണ. ത്വാമായയൗ നിരുപമ പ്രണയാതിഭാര രാജ്യാഭിഷേക വിധയേ കലശീധരേവ. അടുത്തത് ഏഴാമത്തെ ശ്ലോകം. കാശ്ചിത് ഗൃഹാത് കില നിരേതും അപാരയന്ത്യഃ ത്വാമേവ. നിരേതുമപാരയന്ത്യസ്ത്വാമേവ എന്നാണ്. നിരേതും അപാരയന്ത്യഃ ത്വാം ഏവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരചിത് സുഖരൂപം ഏകം പരചിത് സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാ നനു ധന്യധന്യാഃ. ശ്ലോകത്തിലേക്ക് കിടക്കാം. കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യഃ ത്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ. കാശ്ചിത് ഗൃഹാത് കില
निरेतुमपारयन्त्यः त्वामेव देव हृदये सुदृढं विभाव्य देहं विधूय परचित्सुखरूपमेकं त्वामाविशन् परमिमाननुधन्यधन्याः देहं विधूय परचित् सुखरूपमेकं त्वामाविशन् परमिमाननुधन्यधन्याः काश्चित् गृहात् किल निरेतुमपारयन्त्यस्त्वामेव देव हृदये सुदृढं विभाव्य देहं विधूय परचित्सुखरूपमेकं त्वामाविशन् परमिमाननुधन्यधन्याः काश्चित् गृहात् किल निरेतुम् अपारयन्त्य त्वामेव देव हृदये सुदृढं विभाव्य देहं विधूय परचित् सुखरूपमेकं त्वामाविशन् परमिमाननुधन्यधन्याः. അടുത്തത് എട്ടാമത്തെ ശ്ലോകം. ചെയ്ത് നോക്കാം. ജാരാത്മന ന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ നാര്യഃ ഇതാണ് നാര്യോ ഗതാഃ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മ തനും കഥഞ്ചിത് ചിത്തേ കഥഞ്ചിത് ചിത്തേ ആണ് കഥഞ്ചിത് ചിത്തേ വഹൻ അമൃതം അശ്രമം അശ്നുവീയ വഹൻ അമൃതം അശ്രമം അശ്നുവീയ എന്നാണ്. വഹൻ അമൃതം അശ്രമം അശ്നുവീയ. ജാരാത്മനാന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാ പരമഹംസഗതിം ക്ഷണേന. ജാരാത്മനാന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിത് ചിത്തേ വഹൻ അമൃതമശ്രമമശ്നീയ. തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിത് ചിത്തേ വഹന്നമൃതമശ്രമമശ്നുവീയ. ജാരാത്മനാ ന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിത് ചിത്തേ വഹൻ അമൃതമശ്രമമശ്നുവീയ. ജാരാത്മനാന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിത് ചിത്തേ വഹന്നമൃതമശ്രമമശ്നുവീയ. അടുത്തത് ഒൻപതാമത്തെ ശ്ലോകം. അഭ്യാഗതാഭിഹി അഭ്യാഗതാഭിഹി അഭിതഃ അഭ്യാഗതാഭിരഭിതോ വ്രജ സുന്ദരീഭിഹി മുഗ്ധസ്മിത ആർദ്രവദനഃ മുഗ്ധസ്മിതാർദ്രവദനഃ കരുണാവലോകീ നിസ്സീമ കാന്തി ജലതി ത്വം അവേക്ഷ്യമാണോ ജലതിസ്ത്വമവേക്ഷ്യമാണോ നിസ്സീമ കാന്തി ജലതിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈക ഹൃദ്യ ഹര മേ ഭവനേശ രോഗാൻ. അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭിർമുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകീ. അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭിർമുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകീ. നിസ്സീമകാന്തി ജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യ ഹര മേ പവനേശ രോഗാൻ. നിസ്സീമകാന്തി ജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യ ഹര മേ പവനേശ രോഗാൻ. അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭിർമുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകീ. നിസ്സീമകാന്തി ജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യ ഹര മേ പവനേശ രോഗാൻ. അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭിർ
മുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകി നിസ്സീമ കാന്തിജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈക ഹൃദ്യ ഹരമേ പവനേശ രോഗാൻ. ഹരി ഓം. ഇനി അടുത്തതായി 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളുടെ എക്സ്പ്ലനേഷന് വേണ്ടി ജ്യോതിയക്കിയെയും 5 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളുടെ എക്സ്പ്ലനേഷന് വേണ്ടി സിന്ധു അനന്താക്കിയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരിയോ ഹരിയും ജ്യോതിയക്ക. ഹരിയും നമ്മൾ 64-ാമത്തെ ദശകത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഗോവിന്ദന് അഭിഷേകം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഗോവിന്ദാഭിഷേകത്തിന് ശേഷം അടുത്ത അധ്യായമായിട്ട് നമ്മൾ കാണുന്നത് ഗോപികളുടെ ഭഗവത് സമീപ പ്രാപ്തിയാണ് കാണുന്നത്. അപ്പോ എന്താണ് ഗോപികളുടെ ഇനി വരുന്ന 5 അധ്യായങ്ങളിലായിട്ട് ഭഗവാൻ ആ രാസക്രീഡ ചെയ്യുന്നതാണ് കാണുന്നത്. പൊതുവെ രാസക്രീഡയ്ക്ക് വളരെ നല്ല ഒരു എന്താ പറയാ ഒരു രീതിയിലല്ല പറയപ്പെടുക. ഞാൻ ഏതോ ഒരു കുറച്ച് ചെറുപ്പമായിരുന്ന സമയത്ത്, കുറച്ചും കൂടി ചെറിയ കാലത്തില് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ കൃഷ്ണനെ പൂജിക്കുന്നത്, ഒരുപാട് പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്നതല്ലേ നിങ്ങളുടെ ഭഗവാൻ കൃഷ്ണൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ തോന്നുന്നു, അന്ന് ഇതിനെ കുറിച്ചൊന്നും വലിയ പാഠമില്ലാത്തതുകൊണ്ട് ഞാനും അന്ന് ചിന്തിച്ചിട്ടുണ്ട്, അത് എന്തുകൊണ്ടായിരിക്കാം ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ ഒരു രാസക്രീഡ, ഇത്രയും ഗോപികളുടെ ഒപ്പം ഒരു രാസക്രീഡ ഭഗവാൻ ചെയ്തത്. കാരണം നമ്മളുടെ ഹിന്ദുക്കളുടെ നമ്മുടെ സിസ്റ്റത്തില് നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ല എന്താണ് ഭഗവാൻ കൃഷ്ണൻ, എന്തുകൊണ്ടാണ് ഭഗവാൻ രാസക്രീഡ ചെയ്തത്. ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ ഭഗവാൻ ചെയ്യുമ്പോഴും അതിന്റെ പിന്നില് അതിൻ്റെതായിട്ടുള്ള ഓരോ കാരണങ്ങളുണ്ട്. അപ്പോ അതിനായിട്ട് അതിൻ്റെതായിട്ടുള്ള എക്സ്പ്ലനേഷൻസും ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളിലേക്ക് അതൊന്നും പകർന്ന് തന്നിട്ടില്ല, അത് പകർത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പലരും പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ അറിയില്ല എന്താ അതിന്റെ ഉത്തരം എന്നുള്ളത്. അപ്പൊ പിന്നെ നമ്മളുടെ മക്കൾക്ക് എന്താ അറിയാം. സ്വാഭാവികമായിട്ടും ഈ ഹിന്ദുയിസം നശിക്കാന്നതിന്റെ പ്രധാന കാരണം അതാണ്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല, എന്തുകൊണ്ടാണ് ഭഗവാൻ രാസക്രീഡ കളിച്ചത് എന്ന് ഇന്നത്തെ ക്യാമ്പസിൽ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ എന്റെ മോന് വരെ അറിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഇതൊന്നും നോക്കാൻ സമയമില്ല. അക്കാഡമിക്സ് അത്രയല്ലേ, ഒരു ആവശ്യമില്ലാത്തത് പഠിച്ചുണ്ടാക്കാൻ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അവർക്ക് എവിടെയാണ് നാരായണിയും ഭാഗവതവും, എന്തുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ രാസക്രീഡ കളിച്ചെന്നൊക്കെ നോക്കാൻ അവർക്ക് എവിടെയാണ് നേരം. അവർക്ക് നേരെയില്ല, നമുക്ക് പറഞ്ഞു കൊടുക്കാനും സമയമില്ല. അപ്പോ അത്യാവശ്യം വേണ്ട കാര്യങ്ങള് നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് കൂടി പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ഡിവോഷൻ എന്നുള്ള ഭാഗത്തേക്ക്, ഈശ്വര ചിന്ത എന്നുള്ള ഭാഗത്തേക്ക് അവർ വരില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നുള്ളവർ കാണിക്കുന്ന തെറ്റുകളെ അവർ ഇതുമായിട്ടാണ് കമ്പാരിസൺ ചെയ്യുന്നത്. പണ്ട് ഭഗവാൻ കൃഷ്ണൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, പിന്നെ എന്താ ഗേൾസിന്റെ ഒപ്പം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ആ രീതിയിലാണ് വരുന്നത്. ഭഗവാൻ കൃഷ്ണൻ എന്താണ് ചെയ്തത്, നമ്മൾ ചെയ്യുന്ന തെറ്റ് എന്താണുള്ളത് അത് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്കും അറിയില്ല. അത് കുട്ടികൾക്ക് ഈ കമ്പാരിസൺ വരുന്നത് കൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള തെറ്റിദ്ധാരണ അവരിലേക്കും വരുന്നു. അപ്പൊ നമ്മള് യഥാർത്ഥത്തില് നമ്മൾ പാരന്റ്സ് ആണ് എന്താണ് രാസക്രീഡ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് നമുക്കത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. നമുക്ക് നോക്കാം രാസക്രീഡയിലേക്ക്. എന്താണ് രാസക്രീഡ? അതായത് നവവിധ ഭക്തികൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാല്ലേ. എങ്ങനെയാണ് നവവിധ ഭക്തികൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതാണ് 9 തരത്തിലുള്ള ഭക്തി എന്നുള്ളത് പറയുന്നത്. അപ്പൊ ഗോപികൾ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവരുടെ ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള സമർപ്പണ ഭക്തിയായിരുന്നു. എല്ലാം അതാണ് ശുദ്ധ ഭക്തി എന്ന് പറയുക. എല്ലാം ഞങ്ങളുടെ എല്ലാം ഭഗവാനാണ് എന്നുള്ള സമർപ്പണമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഗോപികൾക്കുണ്ടായിരുന്നത്. ഇതിലത്തെ ഓരോ ശ്ലോകങ്ങളും വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതെന്താണ് ഭഗവാന്റെ ഒരു ഓടക്കുഴൽ വായന കേട്ടപ്പോ ഇത്രയൊക്കെ ഒരു സംസ്കാരം ഇല്ലാത്ത രീതിയിലാണോ ഗോപികകള് ഭഗവാന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നത്? അങ്ങനെ ചെയ്യാൻ പാടോ എന്ന് നമുക്ക് തന്നെ തോന്നും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ശുദ്ധ ഭക്തിയാണ്, ഭഗവാനാണ് അവർക്ക് എല്ലാം എന്നുള്ള ആ ശുദ്ധത കൊണ്ടാണ് അവരെന്ത് ചെയ്തത്, അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ ലെവലിലേക്ക് നമ്മൾ എപ്പോ എത്തണു അപ്പൊ മാത്രാണ് നമുക്ക് എന്ത് വരിക, ഞാൻ എന്നുള്ള ഭാവം മാറുക, നമ്മളെ തന്നെ മതിമറന്ന് ഭഗവാനിലേക്ക് സമർപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഗോപികളുടെ ശുദ്ധഭക്തി. ഇന്നിപ്പോ രാസക്രീഡയെ കുറിച്ച് ആര് ചോദിച്ചു കഴിഞ്ഞാലും ഈ ശുദ്ധഭക്തിയെ കുറിച്ചും നമ്മളുടെ ആത്മസമർപ്പണമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതന്നെ വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. നമുക്ക് 1ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം.
അപ്പൊ പറയാണ് ത്വം അധ നിയമാവസാനെ, അവിടുന്ന് പിന്നെ വ്രതം അവസാനിപ്പിച്ച്, അതായത് കാർത്യായനി വ്രതം എന്നുള്ളൊരു വ്രതം അവസാനിപ്പിച്ചപ്പോഴാത്രേ ഗോപികൾക്ക് എന്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്? വസ്ത്രം അപഹരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ അപഹരണം ചെയ്തിട്ട് അത് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടത്രേ, ചാന്ദ്രമാസത്തിന്റെ സമയത്ത് ഞാന് എന്റെ വിശ്വരൂപം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഗോപികള് അക്ഷമയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? എപ്പോഴാണ് ഭഗവാൻ ഞങ്ങളുടെ ഒപ്പം വന്നിട്ട് ആ ക്രീഡ കളിക്കുക എന്നുള്ളത് കാത്തിരിക്കുകയായിരുന്നു അക്ഷമയോടുകൂടി. ചന്ദ്രമാസം ഒന്ന് വന്നാൽ മതി, ഞങ്ങൾക്ക് ഭഗവാന്റെ ഒപ്പം ഒന്ന് കളിക്കാൻ പറ്റിയാൽ മതി എന്നുള്ള അക്ഷമയോട്. എന്താ ഭഗവാൻ വരാത്തത്? എപ്പോഴാണ് ഭഗവാൻ വരിക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് ആരുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്? ഗോപികമാര് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ പറയാണ് ത്വം അതാ നിയമാവസാനെ, അങ്ങനെ അവസാനം വ്രതമൊക്കെ അവസാനിപ്പിച്ച ആ സമയത്ത് ഗോപീജനായ കഥിതം, ഗോപീജനങ്ങൾക്ക് അങ്ങ് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് വാക്ക് കൊടുത്തത്? പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്ര മഹസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ രാസക്രീഡോത്സവത്തെ നിറവേറ്റുവാനായിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശിശിരീകൃതാശേ, ശിശിരീകൃതാശെ പറഞ്ഞാൽ ശിശിരമാസത്തില് വളരെ കുളിർമയേറിയിട്ടുള്ള ഒരു സമയം. ആ സമയത്താണ് യമുനാവനാന്തേ പറഞ്ഞാല് യമുനയുടെ തീരത്ത് മുരളികാം പ്രാപുരായ, ഓടക്കുഴല് ഊന്നി വിളിച്ചു. അപ്പോ അങ്ങനെ വളരെ തണുത്ത് ഭൂമിയൊക്കെ ഇങ്ങനെ മരവിച്ചിരിക്കുന്ന ആ കുളിർമയേറിയ ആ സമയത്ത് ഭഗവാൻ യമുനയുടെ തീരത്തിരുന്നിട്ട് ഓടക്കുഴല്, പുല്ലാങ്കുഴലിന്റെ ആ നാദം അതിമനോഹരമായിട്ട് പുല്ലാങ്കുഴല് വായിക്കുകയാണ്. ഗോപികമാർക്ക് ഒരു ഇത് കൊടുക്കുകയാണ്. ഞാൻ വന്നിട്ടുണ്ട്, ഇവിടെ യമുനയുടെ തീരത്ത് ഞാൻ വന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും വരൂ എന്നുള്ളത് ആരോട് പറയാണ്? ഗോപികമാരോട് പറയാണ് ചെയ്യണത്. ഇനി നമുക്ക് രണ്ടാമത്തെ, അപ്പോ ഒന്നാമത്തെ ശ്ലോകത്തിൽ അതാണ് കാർത്തിക മാസത്തിന്റെ അവസാനം, കാർത്യായനി വ്രതം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്താണ് പറയുന്നത്? ചാന്ദ്രമാസത്തിന്റെ സമയത്ത് ഞാൻ നിങ്ങളുടെ ഒപ്പം രാസക്രീഡ കളിക്കാനായിട്ട് വരാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ യമുനാ തീരത്തില് അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാനായിട്ട് എന്ത് ചെയ്യാണ്? വളരെ കുളിർമയേറിയ ആ സമയത്ത് യമുനാ തീരത്ത് ഇരുന്നിട്ട് ഓടക്കുഴല് അതിഗംഭീരായിട്ട് ഭഗവാൻ വായിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴാണ് ആർക്ക് മനസ്സിലാവുന്നത്? ഗോപികമാർക്ക് മനസ്സിലാവുന്നത് വരാമെന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ട് അവര് എന്താണ് ചെയ്യണത് എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. അവരെന്താണ് ചെയ്യണത് നോക്കൂ. ഉദിത സ്വര മണ്ഡലാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ നമ്മളിപ്പോ സംഗീതത്തില് ആരോഹണം അവരോഹണം അങ്ങനെയുള്ള ക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഭഗവാന്റെ ആ ഓടക്കുഴൽ നാദത്തിനെ വർണ്ണിക്കുകയാണ്. അത്രയും മനോഹരമായ രീതിയിലായിരുന്നു, ആരെയും ആകർഷിക്കുന്ന രീതിയിലായിരുന്നു ഭഗവാന്റെ എന്തെന്നാണ് പറയുന്നത്? ഓടക്കുഴൽ നാദം എന്നാണ് പറയുന്നത്. ഉദിത സ്വര മണ്ഡലാദി എന്ന് വെച്ച് കഴിഞ്ഞാല് ഷഡ്ജാതി സപ്തസ്വരങ്ങൾക്ക് വ്യക്തത തുകഞ്ഞ ആരോഹണ അവരോഹണ ക്രമത്തില് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സംഗീതജ്ഞന് മാത്രമാണ് ആ ഭാഷ മനസ്സിലാവുള്ളൂ. അത്രയും മാധുര്യമായ രീതിയിലാണ് ഓടക്കുഴൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്? ഭഗവാൻ ഓടക്കുഴൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അഖിലം ഭുവനാന്തരാളം, ലോകത്തിലുള്ള സകല ജീവജാലങ്ങളെയും മയക്കുന്ന രീതിയിൽ നമ്മള് കണ്ടിട്ടുണ്ടല്ലേ? രാസക്രീഡയില് ഭഗവാൻ ഓടക്കുഴൽ വിളിക്കുമ്പോൾ ആ കാനനത്തിലുള്ള എല്ലാ മൃഗങ്ങളും ബാക്കി പക്ഷികളും മൃഗാദികളും എല്ലാവരും കൂടി വന്ന് ഇങ്ങനെ ശ്രദ്ധയോടെ കേട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ? അവരെ തന്നെ മറന്നിട്ട്. അപ്പൊ അതാണ് പറയുന്നത്, അത്രയും മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആ ഓടക്കുഴൽ നാദം, ആ ഓടക്കുഴലിന്റെ നാദത്തിന് വർണ്ണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്? സമ്മൂർച്ഛയന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഹിപ്പിക്കുന്ന രീതിയില്, ആരെയും മോഹിപ്പിക്കുന്ന രീതിയില്. വേണുഗാനം, ഭഗവാന്റെ വേണുഗാനം. ഉപകർണ്യ തരുണ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗോപികമാർക്ക് ആ വേണുഗാനം കേട്ടപ്പോ തഥാദൃശം കമബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനോട് ഉപമിക്കാൻ വേറൊന്നില്ല. തഥാദൃശ്യം, അതിനോട് ഉപമിക്കാൻ വേറൊന്നില്ല, എതിരില്ലാത്ത അവാച്യമായ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഒരു എന്താ പറയാ,
ഈ മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ ഈ നമ്മൾ പറയില്ലേ മേത്ത് ഭൂതം കൂടിയിരിക്കുക എന്നൊക്കെ തോന്നുന്നു. അപ്പൊ അവരൊരു അന്തല്യാണ്ട് ഇങ്ങനെ നടന്നു പോയില്ലേ, അതുപോലെ എന്തോ ഒരു മാജിക് അവരെ പിടിച്ചു വലിക്കുകയാണ് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ നടന്നു പോവാനായി ഓടക്കുഴലിന്റെ നാദം കേട്ട സ്ഥലത്തേക്ക് അവരിങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എന്തോ എവിടുന്നോ കേൾക്കുന്നുണ്ട്, ഞങ്ങൾ അത് കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു എതിർച്ചയാൽ ഒരു ശക്തി അവരെ എങ്ങനെ കൊണ്ടുപോകണു എന്നുള്ള രീതിയിൽ നടന്നു പോവുകയാണ് എന്നാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒന്നിനോടും ഉപമിക്കാനില്ല ഭഗവാന്റെ വേണുഗാനത്തിനെ. ഭഗവാന്റെ വേണുഗാനം അത്രയും ഗംഭീരാണ്. ആ ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും സുഖം നൽകുന്ന ആ വേണുഗാനത്തില് മയങ്ങിയിട്ട് എന്താ പറയാ, വേറൊന്നിനോടും സാദൃശ്യം പറയത്തക്ക രീതിയിൽ വേറൊന്നുമില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ ആര് പോവാണ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ശ്ലോകത്തില്, ഗോപികമാര് ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നാണ് ഈ രണ്ടാമത്തെ ശ്ലോകം ഇവിടെ പറയുന്നത്. കാരണം അത്രയും ദിവസം അവരിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഭഗവാൻ ഇങ്ങനെ വരാന്ന് പറഞ്ഞതാണല്ലോ, ചാന്ദ്രമാസത്തിൽ വരാന്ന് പറഞ്ഞതാണല്ലോ, എന്തുകൊണ്ട് വരണില്ല? അപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നടക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് സംഭവിക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമാണ് അല്ലെ? കാര്യം എന്താ വെച്ചാൽ അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ്, ഭഗവാൻ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, ഇനി ഞങ്ങളെ പറ്റിക്കോ എന്ന് വെച്ചാൽ ഇവര് ആത്മസമർപ്പണമാണ്, ഇവര് കംപ്ലീറ്റ് ഭഗവാനിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മൾ പറയില്ലേ, പിന്നെ കാണുന്നതെല്ലാം അതാണെന്നേ നമുക്ക് തോന്നുള്ളൂ. അതേ ഒരു അവസ്ഥയിലാണ് ആരുണ്ടായിരുന്നത്, ഈ ഗോപികമാര് ഉണ്ടായിരുന്നത്. അപ്പോ ഈ വേണുഗാനം കേട്ടപ്പോ ഞങ്ങളുടെ നാഥൻ എത്തിയിരിക്കണു എന്നുള്ളത് മനസ്സിലായിട്ട് ആ ഒരു മാജിക്കലായിട്ടുള്ള ഒരു വേൾഡ്, അങ്ങനെയുള്ള ആ ഒരു ഇതിലേക്ക് ആര് പോവുകയാണ് ചെയ്യണത്, ഈ ഗോപികമാര് പോവുകയാണ് ചെയ്യണത് എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകം പറയണത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയാണ് താഹ സരോരുഹക്ഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുന്ദരിമാരായിട്ടുള്ള തരുണിമണികള് ഗോപികമാര് എന്താ പറയാ, ഗേഹകൃത്യ നിരത, അതായത് വീട്ടുകാര്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തനയ പ്രസക്ത, അതായത് രാത്രിയാണ് ഈ വേണുഗാനം കേൾക്കണത്. അപ്പൊ തനയ പ്രസക്ത, കുട്ടികൾക്ക് പരിചരിക്കുകയാണ്, ചിലവര് കുട്ടികളെ നോക്കുകയായിരുന്നു. കാന്തോപസേവന പറ, അതായത് ചിലവര് ഭർത്താവിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയായിരുന്നു. ഈ കാന്തധനോദയ മുരളി, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതൊന്നും അവർക്ക് ബാധിച്ചില്ല എന്നുള്ളതാണ് പറയണത്. അതായത് ഇതിലൊക്കെ അപ്പുറം വേറെ എന്തോ ഒരു മഹത് സംഭവം നടക്കുകയാണ്. അവിടേക്ക് ഞങ്ങൾക്ക് പോയേ പറ്റൂ. അവിടെ ഭർത്താവും ഇല്ല, മക്കളും ഇല്ല, കുടുംബവും ഇല്ല. ആ മായയിൽ നിന്നെല്ലാം മോചിക്കപ്പെട്ടിട്ട് ഈ ഭഗവാന്റെ വേണുഗാനത്തിലേക്ക് അവര് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോവുകയാണ് ചെയ്യണത് എന്നാണ് പറയുന്നത്. രവമോഹിത, കാന്തതനോദേ മുരളി രവമോഹിത, അതായത് അവിടുത്തെ ഗാനത്താൽ മോഹിക്കപ്പെട്ടവരായിട്ട് സർവം വിസൃജ്യ, അതായത് പ്രവൃത്തികളെല്ലാം വിട്ടിട്ട്, ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ഞങ്ങൾക്ക് ബാധകയല്ല എന്ന രീതിയിൽ എല്ലാം വിട്ടിട്ട് അവരെങ്ങോട്ട് നടന്നു പോയി എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ഓടക്കുഴൽ നാദം എവിടുന്നാണോ കേട്ടത് ആ നാദത്തിലേക്ക് അങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോ ഇതിലൊക്കെ പറയുന്നത് എന്താണെന്നറിയോ, ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം, നമ്മളുടെ ഭക്തി വളരണം. അതായത് ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അധ്യായത്തിലും സെയിം തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണത്. നാരായണീയത്തിലും ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ ഉദ്ദേശിക്കുന്നത് അതാണ്. യഥാർത്ഥത്തിലുള്ള ഭക്തിയിലേക്ക് നമ്മൾ ഉയരൂ. മായയായ ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭൂമിയിലെ മായയിൽ പെട്ടു കഴിഞ്ഞാല് നമ്മൾക്ക് ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഒന്നിലും കിട്ടില്ല. കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എവിടെ മാത്രമേ കിട്ടുള്ളൂ? ആ മോക്ഷത്തിൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ആ മോക്ഷത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ ലാംഗ്വേജ് ഒന്നും പറഞ്ഞു കഴിഞ്ഞാല് ഒരു 1000 പേരുണ്ടെങ്കിൽ അതിൽ 10 പേർക്കേ മനസ്സിലാവുള്ളൂ. ബാക്കി 990 പേരും പറയും ആ കുട്ടിക്ക് എന്തോ തലയ്ക്ക് കുഴപ്പമുണ്ട് തോന്നുന്നു, അപ്പൊ പറഞ്ഞു വട്ടായി തോന്നുന്നു എന്ന് പറയും. കാര്യം ആ ലെവലിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ആ ഭഗവാൻ എന്താണ്, നമ്മൾ എന്താണെന്നുള്ളത് തിരിച്ചറിയണം. നമ്മൾ തന്നെയാണ് ഭഗവാൻ എന്നുള്ളത് തിരിച്ചറിയുക എന്ന് പറയുന്നതൊന്നും എളുപ്പമല്ല. അതൊക്കെ ഒരുപാട് ജന്മങ്ങൾ ചെയ്ത സുഹൃതം കൊണ്ട് മാത്രമേ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ഒരു 10 പേർക്ക് മാത്രം അത് അത്രയും തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ മഹാഭാഗ്യം, അത്രേ പറയാനുള്ളൂ. അപ്പോ ആ ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പാരിസൺ പറഞ്ഞാല്, ഇപ്പൊ ഒരു വീട്ടിലെ ഒരു വേലക്കാരി ഒരു കുട്ടിയെ നോക്കണുണ്ട് എന്ന് വിചാരിച്ചോളൂ. അപ്പോ അയമ്മയുടെ കുട്ടിയും ആ കുട്ടിയുടെ മറ്റേ കുട്ടിയുടെ ഒപ്പം ഉണ്ട്.
കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് വേലക്കാരി മറ്റൊരു വീട്ടിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ സ്വന്തം കുട്ടിക്ക് എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ വേലക്കാരി പ്രാധാന്യം ആർക്കാണ് കൊടുക്കുക? സ്വന്തം കുട്ടിക്ക് തന്നെയാണ് കൊടുക്കുക അല്ലെ? സംഭവം മറ്റേ കുട്ടിയെ നോക്കിയിട്ട് കിട്ടുന്ന കാശ് കൊണ്ടാണ് എന്താണ് അവളുടെ കുഞ്ഞിനെ അവള് നോക്കുന്നത് എങ്കിലും അവള് പ്രാധാന്യം ആർക്കാണ് കൊടുക്കുക? തന്റെ കുഞ്ഞിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുക അല്ലെ? അതേപോലെയാണ് ഇവിടെ നമ്മളുടെ ഗോപീജനങ്ങൾക്ക് ഉണ്ടായത്. അവരവരുടെ ഭർത്താവിനെയും മക്കളെയും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭഗവാന്റെ ഓടക്കുഴലിൽ കേട്ടപ്പോ അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ പ്രാണനാഥൻ, അതായത് നമ്മളെല്ലാം ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നമ്മളുടെ എല്ലാം പ്രാണനാഥൻ എന്ന് പറയുന്നത് ആരായിരിക്കണം? ഭഗവാൻ തന്നെ ആയിരിക്കണം. ഈ മായയിൽ മുങ്ങി നമ്മൾ ഇവിടെ നിൽക്കുമ്പോ എന്റെ മക്കള്, എന്റെ കുട്ടികള്, എന്റെ ഭർത്താവ്, എന്റെ കുടുംബം ഇങ്ങനെ പറയുമ്പോ ഭർത്താവ് പോയി കഴിഞ്ഞാൽ ഒരു ദുഃഖം, മക്കള് പോയി കഴിഞ്ഞാൽ വേറൊരു ദുഃഖം, അങ്ങനെ ഓരോരുത്തർ പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ വിട്ടുപോകും, നമ്മളും ഒരു ദിവസം പോകും അല്ലെ? അപ്പോ ഇതൊക്കെ ആരൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ആത്മാർത്ഥമായിട്ടുള്ള സമർപ്പണം നമുക്ക് ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ആരൊക്കെ പോയാലും എന്റെ ഭർത്താവായിട്ടും എന്റെ മകനായിട്ടും എന്റെ സുഹൃത്തായിട്ടും എന്റെ വഴികാട്ടിയായിട്ടും എന്റെ എല്ലാമായിട്ട് ആരെന്റെ കൂടെ ഉണ്ടാവും? ഭഗവാൻ എന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ അതേ അവസ്ഥയാണ് അവിടെ ഗോപികൾക്ക്. ഇവർക്ക് വേണ്ടിയിട്ടെല്ലാം ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഓടക്കുഴൽ വഴി കേട്ടപ്പോ അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ നാഥൻ എത്തിയിരിക്കുക. അപ്പൊ ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാം. 4-ാമത്തെ ശ്ലോകത്തില് വേണുപ്രണാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉയർന്ന നാദം കേട്ടിട്ട് ഉപകരണ കാശ്ചിത്, അതായത് ഗോപികമാര് എന്താണ് ഉണ്ടായത്? നിജാംഗ പരിഭൂഷണം, അവയവങ്ങളിൽ ഇടാനുള്ള ആഭരണങ്ങളൊക്കെ അവർക്ക് ഇടാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. ആദദാന, എല്ലാം കൂടി കൂട്ടിയെടുത്തിട്ട്, അതായത് ഈ ആഭരണങ്ങൾ ഇടാനായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എങ്ങാനും പോകുമോ? അപ്പൊ അതുകൊണ്ട് ആ ആഭരണങ്ങളെല്ലാം കൂട്ടിയെടുത്തിട്ട് ആ വേണുഗാനം കേട്ട സ്ഥലത്തേക്ക് ഓടിപ്പോയി എന്നുള്ളതാണ് 4-ാമത്തെ ശ്ലോകത്തില് പറയുന്നത്. കൃതാർത്ഥ ഭൂഷ, അവര് ചില ആഭരണങ്ങൾ പെട്ടെന്ന് ഇടാൻ പറ്റുന്നു. ഇപ്പൊ വള, മാല എന്നുള്ളതൊക്കെ പെട്ടെന്നൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആഭരണങ്ങളൊക്കെ ഒരു ധൃതിയിലിട്ടു. ബാക്കിയുള്ളതെല്ലാം വാരി കൂട്ടി കയ്യിലെടുത്തിട്ട് ഒരൊറ്റ ഓട്ടാണ്. ഭഗവാൻ എങ്ങാനും ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും വൈകി കഴിഞ്ഞാൽ ഭഗവാൻ ഞങ്ങളെ കാണാതെ തിരിച്ചു പോയാലോ എന്ന് വിചാരിച്ച് നോക്കൂ, ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമർപ്പണം നോക്കൂ. അവിടെ ഭംഗിക്കോ അല്ലെങ്കിൽ ഞങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ, ഞങ്ങള് ഭംഗിയുള്ളവരാണോ, ഇതൊന്നും അല്ല അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ അടുത്തേക്ക് അവർക്ക് എത്തിപ്പെടണം. ആ ഒരൊറ്റ ഇച്ഛ, അതാണ് നമ്മൾ മനുഷ്യരായി നമുക്ക് വേണ്ടത്. എത്ര സമ്പാദിച്ചു എന്നോ ഇതിന് നോക്കൂ. ഇവിടെ ഗോപികമാർക്ക് ഹൈലി ക്വാളിഫൈഡോ അങ്ങനെയൊന്നും അല്ല അവരല്ലേ. അവരെന്താണ്? സാധാരണ കുടുംബിനികളാണ്. അപ്പൊ ഭഗവാനിലേക്ക് എത്തിപ്പെടാന് ക്വാളിഫിക്കേഷൻസ് ഒന്നും ആവശ്യമില്ല. ആത്മാർത്ഥമായിട്ടുള്ള ശുദ്ധഭക്തി, ആത്മാർത്ഥമായിട്ടുള്ള സമർപ്പണം, അത് മാത്രമാണ് ഭഗവാൻ ചോദിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈ ലോകത്ത് ജീവിക്കാനായിട്ട് നമുക്ക് വേണ്ടത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വേണം, തീർച്ചയായിട്ടും വേണം. പണം സമ്പാദിക്കണം, ജീവിതത്തില് സുഖ സൗകര്യങ്ങൾ എല്ലാം വേണം. പക്ഷെ അതിനെല്ലാത്തിനും ഒരു പരിധി വേണം. ഇതിലെല്ലാം ഉപരി നമ്മളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് നമുക്ക് വേണ്ടത് ഭഗവാന്റെ അനുഗ്രഹമാണ്, ഭഗവാനിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത് എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക. ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ആയിരിക്കണം. അപ്പോ കൃതാർത്ഥ പൂഷ തഥാ ഏവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ഈ ആഭരണങ്ങളൊക്കെ പിടിച്ചിട്ട് എത്തിച്ചേർന്നു. ത്വം ആഗത എന്ന് പറഞ്ഞ അപ്പൊ ഭഗവാൻ എന്താണ്? ഭഗവാന്റെ കണ്ണിന് എന്താണ് കൂടുതൽ സന്തോഷമായത് എന്നാണ് പറയണത്? തവലോചനായ വിഭൂഷിതാഭ്യ, എല്ലാ ആഭരണങ്ങളും ഇട്ടു വന്ന ഗോപികമാരെ കാട്ടിലും താ ഏവ സംരുചിരേ, വളരെ കുറച്ച് ആഭരണങ്ങൾ ഇട്ടിട്ട് ബാക്കി കയ്യിൽ പിടിച്ചിട്ട് വന്നവരുണ്ടല്ലോ, അവരെ കണ്ടപ്പോഴാണ് ഭഗവാന് സന്തോഷമായത് എന്നാണ് പറയുന്നത്. കാര്യം അപ്പോ അതിൽ നിന്ന് തന്നെ ഭഗവാന് മനസ്സിലാക്കാനായി സാധിച്ചു എത്രമാത്രമാണ് അവര് എന്നെ ഡിപ്പെൻഡ് ചെയ്യണം, അതല്ലെങ്കിൽ എന്നിൽ അവരുടെ ആ ജീവനെ അർപ്പിച്ചിരിക്കുന്നത്. കാരണം അവരുടെ ഭംഗിയോ അവരുടെ ബാക്കിയൊന്നും അവർക്ക്, ആഭരണങ്ങളോ കുടുംബമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. ഭഗവാനെ കിട്ടണം എന്നുള്ള ഒരു ആർത്തി മാത്രമാണ് അവർക്കുള്ളത്. അപ്പോ
പൂർണ്ണമായിട്ട് അലങ്കരിച്ച് ഫുൾ മേക്കപ്പിലെ ചെന്ന ആൾക്കാരെ കാട്ടിലും ഭഗവാൻ ആരോടാണ് താല്പര്യം ഉണ്ടായതെന്നാണ് പറയുന്നത്. ആഭരണങ്ങളൊക്കെ ചുരുട്ടിക്കൂട്ടി കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഭഗവാനെ ഒന്ന് കാണണ്ടേ, ആ ഭഗവാന്റെ ഒപ്പം ഒന്ന് കളിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ധൃതി പിടിച്ചിട്ട് എല്ലാം ചുരുട്ടിക്കൂട്ടി ചെന്ന ആ ഗോപികമാരോടായിരുന്നു ഭഗവാന് ഏറ്റവും താല്പര്യം എന്നുള്ളതാണ് പറയണത്. അപ്പൊ 4ാമത്തെ ശ്ലോകത്തിലും അത് തന്നെയാണ് പറയണത്. ഏത് തരത്തിലുള്ള ഭക്തി ഭഗവാനോട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാനോട് ഭയമൊന്നും ആവശ്യമില്ല. ഭഗവാനോട് കംപ്ലീറ്റ് സമർപ്പണമായിട്ടുള്ള നമ്മള് ഭഗവാനാണ്, ഭഗവാൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ളത് ആ സമർപ്പണ ബോധം. ആ സമർപ്പണം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, ആത്മനിവേദനം എന്നുള്ള ആ ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെയാണ് ഭഗവാൻ നമ്മളുടെ ഒപ്പം ഉണ്ടാവുക എന്നുള്ള തിരിച്ചറിവാണ് ഈ രാസക്രീഡയിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി 5ാമത്തെ ശ്ലോകം മുതലുള്ള എക്സ്പ്ലനേഷൻ സിന്ധുവക്ക പറയുന്നതായിരിക്കും. ഹരിയോം സിന്ധുവക്ക. അടുത്തത് 5ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ഇവിടെ ഇപ്പം ആഭരണങ്ങളൊക്കെ കൊണ്ടുപോയി കൃഷ്ണനെ ഭഗവാനെ കാണാൻ പോയി എന്ന് വരെ നമ്മൾ കണ്ടു 4ാമത്തെ ശ്ലോകത്തിൽ. ഇവിടെ പലരും അവരവരുടെ ആഭരണങ്ങൾ മാറി മാറി അണിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കാചന എന്നാൽ ഒരു ഗോപിക ഹാരം നിതംബ ഭുവി, തന്റെ ഹാരം അതായത് തന്റെ മുത്തുമാല നിതംബ പ്രദേശത്ത് പുറകുവശത്ത് ധരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാഞ്ചീം കണ്ഠഭുവി ച ധാരയന്തി, അരഞ്ഞാണത്തെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു. കണ്ഠഭുവി കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെ മാറി മാറി അണിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ഹേ ദേവ ത്വം സമാഗത, അല്ലയോ ഭഗവാനെ ഇങ്ങനെ അങ്ങയുടെ അടുത്തേക്ക് അവർ വന്നിരിക്കുന്നുവല്ലോ. ഇവിടെ ആഗത എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സമാഗത എന്നാണ്. അതായത് പൂർണ്ണമായ ശരണം എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ പറയില്ലേ, പോകുന്ന വഴിക്ക് സമയം കിട്ടിയപ്പോൾ ഗുരുവായൂർ ഒന്ന് പോയി, അല്ലെങ്കിൽ ആ അമ്പലത്തിൽ ഒന്ന് പോയി, ഒന്ന് കയറി തൊഴുതു എന്ന് പറയും. അങ്ങനെയല്ല, ഇവിടെ അങ്ങനെ അല്ലാതെ അതിനായിട്ട് പോവുക, അതിനൊരു വ്യത്യാസമുണ്ട്. അതാണ് ഈ സമാഗത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഗത സമാഗത അതാണ് ഇവിടെ പറയുന്നത്. സമാഗത പൂർണ്ണമായ ശരണം. ഇങ്ങനെയൊക്കെ ആവുമോ എന്ന് ചോദിച്ചാൽ, അത്തരം ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുമ്പോൾ മാത്രമേ ഇതൊക്കെ ഉൾക്കൊള്ളാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾക്ക് വെറുതെ ഇങ്ങനെ വായിക്കാനും പറയാനും മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ ആർക്കും സാധ്യമല്ല. നമ്മളെ പോലെയുള്ളവർക്ക് ആർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്ന് വേണം പറയാൻ. അപ്പൊ ശരീരബോധത്തിന്റെ ഒരു ഭാഗം അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. പിന്നെ ഈശ്വരന്റെ അടുത്ത് ഈ വേഷവിധാനങ്ങൾക്കൊക്കെ എന്ത് പ്രാധാന്യമാണ് ഉള്ളത് എന്നും നമ്മൾ അറിയണം. ഇതിന്റെ ഒരു ഉദാഹരണമാണ് വസ്ത്രാഭരണത്തിൽ നമ്മൾ കണ്ടത്. മുഗ്ധമുഖി, ആ സുന്ദരി, അതായത് ഇവിടെ ഒരു അസാധാരണമായ ഒരു പ്രയോഗമാണ് മുഗ്ധമുഖി. തന്നെയും തന്റെ ശരീരത്തെയും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചിട്ടുള്ള ആ ഗോപസ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത് മുഗ്ധമുഖി എന്നുള്ള വാക്കുകൊണ്ട്. ആത്മജഘനസ്യ, തന്റെ നിതംബ പ്രദേശത്ത് ആ മുത്തുമാല ധരിച്ചത് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആയതിനാൽ തന്റെ ജഘനത്തിന്, അതായത് തന്റെ പുറകുവശത്ത് വിശേഷാധാരിത്വം, ഒരു പ്രത്യേക ആകർഷണമുണ്ട് എന്ന് ഹേ മുകുന്ദ, ദേവ ഭഗവാനെ. ഇവിടെ ദേവ എന്നും മുകുന്ദ എന്നും പറയുന്നുണ്ട്, രണ്ടും ഒരേ ശ്ലോകത്തിൽ. മുക്തിം ദദാതി ഇതി മുകുന്ദ എന്നാണ് പറയാറുള്ളത്. മോക്ഷം കൊടുക്കുന്ന ഭഗവാനാണ് മുകുന്ദൻ. സർവ്വതും നിയന്ത്രിക്കുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് ദേവ എന്ന് പറയുന്നത്. അപ്പോ ഹേ മുകുന്ദ, അല്ലയോ ഭഗവാനെ, തുഭ്യം വ്യക്തം ബഭാഷ ഇവ, അങ്ങയോട് അത് പറയാൻ ആഗ്രഹിക്കുന്നുവോ എന്നതുപോലെ ആയിരുന്നു. എന്ത് പറയാൻ? വിശേഷാധാരിത്വം. അതാണ് ആ ഗോപിക തന്റെ നിതംബ പ്രദേശത്ത് മാല അണിഞ്ഞത് എന്നാണ് അവിടെ പറയുന്നത്. ഒരു ഉപമ പോലെ, അതായത് തന്റെ അരക്കെട്ടിന് ഭഗവാനെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണോ ആ മുത്തുമാല എടുത്ത് അരക്കെട്ടിൽ അണിഞ്ഞിരിക്കുന്നത് എന്ന ഒരു അലങ്കാരം മേൽപ്പത്തൂർ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് വരുന്ന ആ സംഭ്രമത്തിൽ കയ്യിൽ കിട്ടിയത് അരഞ്ഞാണമാണോ മാലയാണോ എന്നൊന്നും നോക്കാനുള്ള സമയം ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് എല്ലാം മാറി മാറി അണിഞ്ഞത് എന്നാണ് പറയുന്നത്. കയ്യിൽ കിട്ടിയതൊക്കെ വാരിക്കൂട്ടി എടുത്തു കൊണ്ടുപോയി. അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ആദദാന എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. നാലാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു പരിഭൂഷണമാദദാന എന്നാണ്. അതാണ്. അപ്പോ അതുകൊണ്ടാണ് എല്ലാം മാറി മാറി അണിഞ്ഞത് എന്നാണ് പറയുന്നത്. അവർ ഇതൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല. അവർക്ക് എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അടുത്ത് എത്തണം, ആ ഒരു ലക്ഷ്യം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ.
അടുത്തത് 6ാമത്തെ ശ്ലോകം. ഇവിടെ വീണ്ടും മേൽപ്പത്തൂർ ഒരു അലങ്കാര പ്രയോഗമാണ് ഇവിടെ പറയുന്നത്. കാച്ചിത് പുനഃ, മറ്റൊരു ഗോപിക ആകട്ടെ, ഇപ്പോൾ ഒരു ഗോപികയുടെ കാര്യമാണ് പറഞ്ഞത്, അടുത്ത ഒരു ഗോപികയുടെ കാര്യമാണ് പറയുന്നത്. മറ്റൊരു ഗോപിക ആകട്ടെ വ്യാമോഹത, ഒരു അമ്പരപ്പ് കൊണ്ട്, അതായത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ, അതാണ് വ്യാമോഹത. വീട്ടിലിരിക്കുമ്പോൾ പണ്ടൊക്കെ സ്ത്രീകൾ മാറുമറയ്ക്കാതെയാണ് ഇരിക്കുന്നത് എന്ന് വേണം കരുതാൻ നമ്മൾ ഈ ഒരു അലങ്കാര പ്രയോഗം ഇവിടെ കാണുന്നത് കൊണ്ട്. കാരണം അവർ പുറത്തേക്ക് വരുമ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പുനഃ അസജ്ജിത കഞ്ചുളീക, പുനരസജ്ജിത കഞ്ചുളീക എന്നാണ്. അപ്പോൾ മുലക്കച്ച കെട്ടാതെയാണ് വന്നത് എന്നാണ് പറയുന്നത്. അതുപോലും ഒരു ഗോപിക മറന്നുപോയി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും മാനസിക വിഭ്രാന്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പരവധൂഭിഹി അലക്ഷ്യമാണ്. അപ്പോ ഒരാള്, നമ്മളിപ്പോ എവിടെയെങ്കിലും എല്ലാവരും ഒരുമിച്ച് പോവാണ്, ഒരു 10 പേര് 20 പേര് അല്ലെങ്കിൽ ഒരു 50 പേര് ചേർന്ന് എവിടെയെങ്കിലും പോവാണെങ്കിൽ നമ്മൾ എന്താ പറയുക, നീ ഇത് എന്താ ഇട്ടത്, ഇത് എവിടുന്ന് വാങ്ങിയതാണ്, അത് എവിടുന്ന് വാങ്ങിയതാണ്, നമുക്ക് ഇത് ചോദിക്കാനേ നേരമുള്ളൂ. നമ്മൾ എന്തിനാണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, അതിനെപ്പറ്റി സംസാരിക്കാനൊന്നും നമ്മൾക്ക് ആർക്കും നേരമില്ല. നീ എന്താണ് ഇട്ടത്, ഞാൻ എന്താണ് ഇട്ടത്, ഇത് ഞാൻ അത്രയാണ്, ഇത് ഇത്ര ക്യാരറ്റാണ്, ഇത് ഇത്ര ഇതാണ്, ഇതാ എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കുക സാധാരണ. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്, പരവധൂഭിഹി അലക്ഷ്യമാണ്, മറ്റു ഗോപികമാരും അത് ശ്രദ്ധിച്ചില്ല എന്നതാണ്. അപ്പോ കാരണം ഇവിടെ ആർക്കും നീ എന്തായിട്ടത്, ഞാൻ എന്തായിട്ടത് എന്നൊന്നും നോക്കാനൊന്നും സമയമില്ല. എല്ലാവരും വേണുഗാനം കേൾക്കാൻ വേണ്ടി എല്ലാം മറന്നു ഓടുകയാണ്. നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ കണ്ടു, മുരളികാം പ്രാപൂരയ എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ എഴുതിയിരുന്നത്. അപ്പോ ആ ഓടക്കുഴൽ എല്ലാ ദിക്കിലേക്കും കേൾക്കാവുന്ന വിധത്തിൽ എന്നാണ് അതിന്റെ ഒരു അർത്ഥം. ആ ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. പൂരയഹ എന്നല്ല പറഞ്ഞത് അവിടെ മേൽപ്പത്തൂർ ഉപയോഗിച്ചത്, പ്രാപൂരയഹ എന്നാണ്. പൂരയഹ എന്ന് വെച്ചാൽ അത് തന്നെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ്. പക്ഷേ വേണുഗാനത്തിന്റെ അലകൾ എത്ര ദൂരത്ത് എത്തുന്നവയായിരുന്നു എന്നതുകൊണ്ടാണ് പ്രാപൂരയഹ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ മേൽപ്പത്തൂർ എന്ന് വർണ്ണിക്കുകയാണ്. പിന്നെയും നിരുപമ പ്രണയ അധിഭാര. അപ്പോ അപ്പർ കവർ ഒന്നും ഇല്ലാതെയാണ് ചില ഗോപിക വന്നത് എന്ന് പറഞ്ഞല്ലോ, അതിനെപ്പറ്റി ഒരു വർണ്ണിക്കുകയാണ്. നിരുപമ പ്രണയ അതിഭാര, ആ ഉപമിക്കാൻ സാധിക്കാത്ത, അതാണ് നിരുപമ. പ്രണയമാകുന്ന രാജ്യം, അതായത് പ്രണയം എന്നത് ഒരു രാജ്യമാണെങ്കിൽ അവിടുത്തെ രാജാവായ ഭഗവാൻ, അതാണ് പ്രണയ അതിഭാര രാജ്യാഭിഷേക കലശീധര. അപ്പോൾ അങ്ങനെയുള്ള ആ രാജാവിന്, പ്രണയം എന്നുള്ള രാജ്യത്തിന്റെ രാജാവായ ഭഗവാന്, അങ്ങനെയുള്ള രാജാവിന് അഭിഷേകം ചെയ്യുവാൻ വേണ്ടി പാല് നിറച്ച കുടങ്ങൾ എന്നതാണ് ഇവിടെ സ്ഥലങ്ങളെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ കുടങ്ങളെ എടുത്തുകൊണ്ട് വാം ആയയോ, അങ്ങനെയുള്ള കുടങ്ങൾ എടുത്തിട്ട് അങ്ങയുടെ അടുത്തേക്ക് വന്നതാണോ എന്ന് തോന്നുന്നുവല്ലോ ഭഗവാനെ എന്നാണ് പറയുന്നത്. നിരുപമ പ്രണയ അതിഭാര എന്ന പ്രയോഗം അല്ലെങ്കിൽ ഈ ഉപമയുടെ പൂർണ്ണ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ആരും ആരെയും ആത്മാർത്ഥമായി സ്നേഹിക്കാറില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇനി അഥവാ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ ആരും തയ്യാറും അല്ല എന്നതാണ് ശരി. അടുത്തത് 7ാമത്തെ ശ്ലോകം. കാശ്ചിത് ഗൃഹാത് നിരേതും, ചില ഗോപികമാർ വീട്ടിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേണ്ടി അവർ തുനിഞ്ഞപ്പോൾ, ഇപ്പോൾ ആദ്യം 5ാമത്തെ ശ്ലോകത്തിൽ ഒരു ഗോപികയെ പറ്റി പറഞ്ഞു, 6ാമത്തെ ശ്ലോകത്തിൽ വേറൊരു ഗോപികയെ പറ്റി പറഞ്ഞു, അടുത്തത് വേറെ ചില ആളുകളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ചില ഗോപികമാർ, ഇവിടെ കാശ്ചിത് എന്നാണ്. കാശ്ചിത് ആദ്യത്തെ ഇവിടെ കാശ്ചിത്, ചില ഗോപികമാർ വീട്ടിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ ഗൃഹാത് നിരേതും അപാരയന്ത്യ കില, അവരെ തടഞ്ഞുവല്ലോ ഭഗവാനെ. അതായത് അത് അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അല്ലെങ്കിൽ ഭർത്താവായിക്കോട്ടെ, അല്ലെങ്കിൽ അമ്മായച്ഛനോ അമ്മായമ്മയോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവരെ തടഞ്ഞുവല്ലോ ഭഗവാനെ എന്നാണ് പറയുന്നത്. ഹേ ദേവ, അല്ലയോ ഗുരുവായൂരപ്പ, വാം ഏവ ഹൃദയേ, അങ്ങയിൽ തന്നെ മനസ്സ് വെച്ചിരിക്കുന്ന ആ ഗോപികമാർ സുദൃഢം വിഭാവ്യ, തങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ നിമിഷം, അതായത് എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ഏങ്ങൽ അല്ലെങ്കിൽ ആ ഒരു തേങ്ങൽ എന്താണ്, ദേഹം വിധൂയ, അവർ അവരുടെ ദേഹത്തെ ത്യജിച്ചു. ആ നിമിഷം അവരുടെ ദേഹത്തെ ത്യജിച്ചു.
അതായത് മോഹാലസ്യപ്പെട്ടു വീണു, മരിച്ചു വീണു എന്നാണ് പറയുന്നത്. അപ്പോ പരചിത് സുഖരൂപം, അങ്ങനെ ജ്ഞാന ആനന്ദമായിട്ടുള്ള അല്ലെങ്കിൽ സുഖരൂപമായിട്ടുള്ള ഏകം ഒന്ന് മാത്രമായ ആ പരബ്രഹ്മ സ്വരൂപമായിട്ടുള്ള വാം ആവശ്യം അങ്ങയിലേക്ക് ലയിച്ചു ചേർന്നുവല്ലോ ഭഗവാനെ. അതായത് മോക്ഷം നേടി എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. നനു ഇമാ പരം ധന്യധന്യാഹ, ഇവരാണല്ലോ ഭഗവാനെ അത്രയും ഭാഗ്യശാലിനികൾ എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ പറയുന്നത്. അന്നത്തെ ആ വസ്ത്രാഭരണത്തിന് ശേഷം ഭഗവാനിൽ ഓരോ ദിവസം കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ നിമിഷം കഴിയുന്തോറും പ്രണയം കൂടി വരികയാണ് എന്നാണ് ഈ ഗോപികമാർക്കൊക്കെ പറയുന്നത്. അങ്ങനെ ഓരോ ദിവസവും അവർ കാത്തിരുന്നു, അല്ലെങ്കിൽ ഓരോ നിമിഷവും അവർ കാത്തിരുന്നു എപ്പോഴാണ് ഭഗവാൻ വിളിക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ച് പക്ഷെ അവർ അവരുടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വിളിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ വിളിച്ച മാത്രയിൽ അവർ കയ്യിൽ കിട്ടിയതൊക്കെ വാരി വലിച്ച് അണിഞ്ഞു ഓടുകയാണ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇത്രയും ശ്ലോകത്തിൽ കണ്ടത്. ഇവരൊക്കെ ഓരോ വീട്ടു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ വിട്ടിട്ടാണ് ഇവർ ഓടുന്നത്. അപ്പോ വീട്ടിലുള്ളവരൊക്കെ അവരെ തടയുകയാണ് എന്നാണ് പറയുന്നത്. അതൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് അവർ പോവുകയാണ്. മുൻപ് വിപ്രപത്നി സംഭവം കണ്ട അതേപോലെ ആണ് ഇവിടെയും നടക്കുന്നത്. എന്നാൽ ചില ഗോപികമാർക്ക് ആ തടസ്സത്തെ നേരിടാൻ സാധിച്ചു, ചില ഗോപികമാർക്ക് ആ തടസ്സത്തെ നേരിടാൻ സാധിച്ചില്ല എന്നാണ് പറയാൻ. പരമാവധി ശ്രമിച്ചു, പക്ഷെ അവർക്ക് പോവാൻ പറ്റാത്തത് കൊണ്ട് ആ നിമിഷം ഭഗവാനിൽ ലയിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവരൊക്കെ പഴുത്ത പഴങ്ങളായിട്ട് നിൽക്കുകയാണ്. ഒരു ചെറിയ കാറ്റ് വീശിയാൽ മതി ആ പഴം താഴെ വീഴാൻ എന്നാണ്. അത്രയ്ക്കും എന്താ പറയാ, ആ ഒരു അറ്റത്ത് അതിന് മേലെ ഇനി ഒന്നും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവരൊക്കെ നിൽക്കുന്നത്. അപ്പോ ഒരു ചെറിയ കാറ്റ് വീശിയാൽ അവർ നെട്ടറ്റ് വീഴും. അങ്ങനെ ഭഗവാനിൽ ഭക്തിയായ പാകത വന്നവരാണ് അവർ എല്ലാവരും. അതുകൊണ്ട് ഒരു നിമിഷം അവർ ഭഗവാനിൽ സർവ്വതും സമർപ്പിച്ചു നിന്നു. ആ നിമിഷം തന്നെ അവരുടെ പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ ക്ഷയിച്ചു, അവർ മരിച്ചു വീണു. സൂക്ഷ്മ ശരീരം ഭഗവാനിലേക്ക് ലയിച്ചു. അപ്പോ ഇതുകൊണ്ട് മേൽപ്പത്തൂർ ഇവിടെ പറയുന്നു, ഇവരാണല്ലോ ഭഗവാനെ അത്രയും ഭാഗ്യശാലിനികൾ എന്നാണ്. അടുത്തത് 8ാമത്തെ ശ്ലോകം. നാര്യഹ, അതായത് ആ ഗോപികമാർ, അതായത് ഗോപികമാർ എല്ലാവരും സാധാരണ സ്ത്രീകളാണ്. അവരെല്ലാവരും അവരവരുടെ ഭർത്താവിനെയും കുട്ടികളെയും സംരക്ഷിച്ചു പോരുന്ന ഭാര്യമാർ മാത്രമാണ്. അതാണ് നാര്യഹ, സാധാരണ സ്ത്രീകൾ. പരമാത്മതയാ ന, അതായത് നമ്മൾ പറയുന്നു ഭഗവാൻ പരമാത്മാവാണ്, ആ പരമാത്മാവിലേക്ക് ലയിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മൾ പലരും പറഞ്ഞതും കേൾക്കുന്നു, നമ്മളും വായിക്കുന്നു പല സ്ഥലത്തും. പക്ഷേ ഭഗവാൻ പരമാത്മാവാണെന്നും എൻ്റെ ഉള്ളിലിരിക്കുന്നത് ജീവാത്മാവാണെന്നും ആ പരമാത്മാവിനോട് ചേരാൻ പോവുകയാണെന്നോ അങ്ങനെ ഒരു ചിന്തയും ആ ഗോപികമാർക്ക് ഉണ്ടായിട്ടില്ല. അതാണ് പരമാത്മതയാ ന ജാരാത്മനാ സ്മരന്ത്യഹ, അവർ ഒരു ജാരൻ എന്ന രീതിയിൽ തന്നെയാണ് ഭഗവാനെ കണ്ടത് എന്നാണ് പറയുന്നത്. കാരണം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു പുരുഷന്റെ കൂടെ പോകുന്നത് ഒരു ജാരന്റെ കൂടെ പോകുന്ന പോലെ എന്നതാണ് ഇവിടെ പറയുന്നത്. അതെന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. എന്നിട്ട് പോലും ക്ഷണേന ഒരു താമസവും ഇല്ലാതെ പരമഹംസഗതിം ഗതാഹ, എത്രയോ കാലം തപസ് ചെയ്ത് യോഗികളായി തീരുന്ന ആ പരമഹംസന്മാർക്ക് മാത്രം എത്തിച്ചേരാൻ പറ്റുന്ന ആ ഗതിയെ അവർ എത്തിച്ചേർന്നുവല്ലോ ഒരു നിമിഷം കൊണ്ട്. എന്തൊരാശ്ചര്യം! അതാണ് പ്രകാശ പരമാത്മതനും തം, ആ പ്രകാശം തന്നെ പരമാത്മ സ്വരൂപമായിട്ട് ഇരിക്കുന്ന അങ്ങയെ ത്വാം കഥംചിത്, അങ്ങനെയുള്ള അങ്ങയെ ഏത് പ്രകാരത്തിലെങ്കിലും ഏതെങ്കിലും ഒരു വിധത്തിൽ ത്വാം കഥംചിത്, എങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ ചിത്തേ വഹൻ, ഞാനും ഇതുപോലെ എന്റെ മനസ്സിൽ ധരിച്ചു കൊള്ളട്ടെ ഭഗവാനെ. ചിത്തേ വഹൻ, എന്റെ മനസ്സിലും ഞാനും ധരിച്ചു കൊള്ളട്ടെ. എന്നിട്ട് അശ്രമം അമൃതം, ഒരു പ്രയാസവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ ആ അമൃതത്തെ അശ്നുവീയ, ഞാനും അനുഭവിക്കുമാറാകണേ എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ പറയുന്നത്. ഇവിടെ ഭാഗവതത്തിൽ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഒരു ജാരനെ പോലെ പ്രണയിച്ചവർക്ക് പോലും മോക്ഷം കിട്ടുന്നത് എന്ന്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമാണ്.
സാധാരണഗതിയിൽ ആ തത്വത്തെ തിരിച്ചറിഞ്ഞ പരമഹംസ യോഗികൾക്കാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. പക്ഷെ എങ്ങനെ ആ ഗോപികമാർക്ക് ഇങ്ങനെ ഒരു ഗതിയെ കിട്ടി? അപ്പോൾ ശുഖബ്രഹ്മർഷി പറയുന്നുണ്ട്, നമ്മളൊരു അഗ്നിയിൽ ബോധപൂർവം കൊണ്ടുപോയി കൈവച്ചാലും അല്ലാതെ അബദ്ധത്തിൽ കൊണ്ടുപോയി കൈവച്ചാലും കൈകൊള്ളും. അപ്പോ ഭഗവാൻ എന്നത് കത്തിജ്വലിക്കുന്ന ഒരു അഗ്നി ആണ്. ആ അഗ്നിയോട് എങ്ങനെ സമ്പർക്കം വെച്ചാലും ആ അഗ്നിയിലേക്ക് എരിഞ്ഞു തീരും. പക്ഷെ എപ്പോൾ എരിഞ്ഞു തീരും എന്നുള്ളത് ഭഗവാൻ തന്നെ തീരുമാനിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മേൽപ്പത്തൂർ ഇവിടെ പറയുന്നത്, എന്തെങ്കിലും ഒരു വിധത്തിൽ ഒരു മകനായോ അല്ലെങ്കിൽ ഒരു ഗുരുവായോ ഒരു അച്ഛനായോ ഒരു പ്രണയിതാവായോ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ, ഏത് ബന്ധത്തിലാണോ നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നുന്നത് ആ ബന്ധത്തിൽ ആ രൂപത്തിൽ എൻ്റെ മനസ്സിൽ ധരിച്ചിട്ട്, കാരണം നമ്മൾ അഷ്ടാംഗ വിധിയിൽ ഒക്കെ നമ്മൾ കണ്ടതാണ്, ഒരുപാട് വർഷത്തെ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളൂ എന്നുള്ളത്. ഈ ഒരു രീതിയിൽ ചെയ്താൽ അശ്രമം, അതാണ് അശ്രമം, ഒരു പരിശ്രമവും ഇല്ലാതെ ആ അമൃത് അനുഭവിക്കാൻ സാധിക്കും എന്ന് പറയുന്നു. അടുത്തത് 9ാമത്തെ ശ്ലോകം. ഈ ഒരു ദശകം മാത്രമാണ് നാരായണീയത്തിൽ 9 ശ്ലോകങ്ങളുള്ളത്. അഭിതഃ അഭ്യാഗതാഭിഹി, അപ്പോ നേരിട്ട് വന്ന് അങ്ങനെ ചുറ്റിലും നിൽക്കുന്ന വ്രജസുന്ദരീഭിഹി, അപ്പൊ എല്ലാവരും വന്നു കഴിഞ്ഞു, കൃഷ്ണന്റെ ഭഗവാന്റെ ചുറ്റിലും എല്ലാവരും വന്നു കഴിഞ്ഞു. നേരിട്ട് വന്ന് അങ്ങനെ ചുറ്റിലും നിൽക്കുന്ന വ്രജസുന്ദരീഭിഹി, ആ വ്രജത്തിലെ സുന്ദരിമാരാൽ മുഗ്ധ സ്മിത ആർദ്രവദനഃ, മുഖം മുഴുവൻ പുഞ്ചിരി തൂകിക്കൊണ്ട്, കരുണാവലോകി, കരുണാകടാക്ഷം പൊഴിക്കുന്നവനും, നിസ്സീമ കാന്തി ജലദിഹി, അതിരില്ലാത്ത കാന്തി, അത്രയും ആകർഷിക്കുന്ന, എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു സമുദ്രം പോലെയുള്ള അവേക്ഷ്യമാണഹ, അങ്ങനെയൊക്കെ ആയിരിക്കുന്ന അല്ലെങ്കിൽ അത്രയും മനോഹരമായ ത്വം, അങ്ങ് വിശ്വൈകഹൃദ്യ, ഈ ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും ഹൃദയഹാരിയാണ്. അതായത് വിശ്വൈകഹൃദ്യ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഭഗവാനെ എല്ലാവരും ആസ്വദിക്കുന്നു. എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നു എന്ന ഒരു അനുഭൂതി എല്ലാവർക്കും ഉണ്ടായി എന്ന് വേണം പറയാൻ. എല്ലാ ഗോപികമാർക്കും അങ്ങനെയൊരു അനുഭൂതി ഉണ്ടായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള ഹേ പവനേശ, അല്ലയോ ഗുരുവായൂരപ്പ, മേ രോഗാൻ ഹര, എൻ്റെ രോഗങ്ങളൊക്കെ ഇല്ലാതാക്കി കരയണമേ എന്നാണ് പറയുന്നത്. ഇവിടെ ഭഗവാന്റെ പരബ്രഹ്മ ഭാവത്തെയാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ദശകം അങ്ങനെ സൂചിപ്പിക്കുന്ന ഒരു ദശകമാണ് ഇത് എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഭഗവാനിലേക്ക് ഇത്രയും തീവ്രമായി ആ ഗോപികമാർ ആകർഷിക്കപ്പെടുന്നത് എന്നാണ്. ഇപ്പോ മഹർഷീശ്വരന്മാരും യോഗീശ്വരന്മാരും സിദ്ധന്മാരും പല ദിവ്യാത്മാക്കളും ശ്രുതി ദേവതകളും അതുപോലെ ശ്രീരാമ അവതാരത്തിൽ ഭഗവാനെ കണ്ട് കാമിച്ച അയോധ്യാവാസികളായ സ്ത്രീകളും കിഷ്കിന്ധാവാസികളായ സ്ത്രീകളും ലങ്കാവാസികളായ സ്ത്രീകളും ഒക്കെയാണത്രേ അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി ഈ അവതാരത്തിൽ ഗോപികമാരും ഭഗവാന്റെ ഭാര്യമാരുമായി വന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ഭട്ടതിരിപ്പാടിന്റെ കൂടെ ചേർന്ന് നമുക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. വിശ്വൈകഹൃദ്യ ഹരമേ ഭവനേശ്വരോഗാൻ. വളരെ നല്ലൊരു ദശകമായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഒരേ ഒരു കാര്യം പറയാൻ, ഇങ്ങനെ ഒരു രാസക്രീഡയുടെ കാര്യം നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള ഒരു കാര്യമാണ്. ജ്യോതിയജ്ഞം പറഞ്ഞു അതിലൊരു ഉദാഹരണം മാത്രം പറയാം. സാധാരണ ഒരു ലൗകികന്റെ ദൃഷ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ ഗോപികമാരൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഭർത്താവിനോടും കുട്ടികളോടും ഒത്തുജീവിക്കുന്ന അവർ എങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് നമ്മൾക്കും ഇപ്പൊ ഈ ഇരിക്കുന്നതും കേൾക്കുന്നതുമായ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഈ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഇതൊന്നും നമുക്ക് ആർക്കും ക്ലിയർ ചെയ്യാനൊന്നും പറ്റുകയില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു പോകും എല്ലാവരും. ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു സ്റ്റേജിൽ ഞാൻ കേട്ട ഒരു യൂട്യൂബിൽ കേട്ട ഒരു ഉദാഹരണമാണ്. ഒരു സ്റ്റേജിൽ ഒരു നാടകം അരങ്ങേറുന്നു. ഒരു ഭാര്യ, ഭർത്താവ്, ചില കുട്ടികൾ, അങ്ങനെ എല്ലാവരും ഒരു സ്റ്റേജിൽ എല്ലാവരും ഒരു നാടകം കളിക്കുന്നു. ആ നാടകത്തിൽ നടിക്കുന്ന ആളുകൾ, അപ്പോൾ ആ നടി ഭർത്താവായി നടിക്കുന്ന ആളിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. അങ്ങനെ എന്തെങ്കിലും. ഇപ്പൊ പെട്ടെന്ന് സദസ്സിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. തന്റെ ഭർത്താവിന്, അതായത് തന്റെ യഥാർത്ഥ ഭർത്താവ് അവിടെ ഇരുന്ന് ഈ നാടകം കാണുകയാണ്. അപ്പോ തന്റെ ഭർത്താവിന് എന്തോ അപകടം പറ്റിയതായിട്ട് മനസ്സിലാവുന്നു ഈ നടിക്ക്. അപ്പോൾ ഈ നടി എന്ത് ചെയ്യും? ഈ നാടകം തുടരുമോ അതോ ഇതൊക്കെ ഇട്ടെറിഞ്ഞ് തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോകുമോ?
ഇതാണ് നമ്മൾ എല്ലാവരോടും ചോദിക്കേണ്ട ഒരു ചോദ്യം. അപ്പോ തീർച്ചയായും തന്റെ യഥാർത്ഥ ഭർത്താവിന്റെ അടുത്തേക്ക് ഓടിപ്പോവും എന്നതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അപ്പോ നമ്മളൊക്കെ ഈ നാടകവേദിയിലെ നായികമാരും കുട്ടികളും അച്ഛനും അമ്മയും ഒക്കെയാണ്. മുൻപ് പറഞ്ഞിട്ടുണ്ട്, ശരീരം പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ശരി, നമ്മുടെ ഒക്കെ ഭർത്താവ് ഭഗവാനാണ് എന്ന്. ഭർത്താവ് എന്ന വാക്കിന് ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം. പക്ഷെ ഭരം എന്നാൽ നമ്മൾ വിചാരിക്കുന്ന ഭരിക്കുന്നവൻ അല്ല, ഭരണം അല്ല. ഭരം എന്നാൽ സംരക്ഷിക്കുന്നവൻ എന്നാണ്. അപ്പോൾ നമ്മളുടെ എല്ലാവരെയും സംരക്ഷിക്കുന്ന ആൾ എന്ന രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഭർത്താവ് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും അവരെ ഭഗവാനിലേക്കാണ് ലയിച്ചു ചേരേണ്ടത് എന്നുള്ളതാണ് ഈ ദശകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രാസക്രീഡയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആ ഗോപികമാരുടെ ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നതിന് ഒരു ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം മുതൽ 5 ദശകങ്ങളാണ് രാസക്രീഡ വരെ. 5 ദശകങ്ങളാണ് ഇവിടെ ഈ ഇങ്ങനെയുള്ള രാസക്രീഡയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വർണ്ണിക്കുന്നത്. അതുകൊണ്ട് ഈ 5 ദശകങ്ങളും രാസ പഞ്ചാധ്യായി എന്ന് പറയും സാധാരണ. അങ്ങനെ ഈ ദശകം ഇവിടെ സമാപിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരിയോ. ഇനിയും ഇവിടെ ഭംഗിയായിട്ടെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് നന്ദി പ്രകടനമാണ്. അതിനായിട്ട് നമ്മള് നമ്മുടെ ലതാ ദിവാകറക്കയെയും ലോകകല്യാണ മന്ത്രം ചൊല്ലാൻ ലതാക്കയുടെ മകനായ ശരത്തണ്ണനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരിയോ. ലതാക്ക, ശരത്തണ്ണ. അങ്ങനെ ഇന്നത്തെ നാരായണീയ പഠനം അമ്മയും മകനും എന്നുള്ളത് ഇവിടെ നല്ല രീതിയിൽ പര്യവസാനിച്ചിരിക്കുന്നു. ഇന്നിവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ എല്ലാമായ ഇന്ദിരാദേവി അക്കയ്ക്കും ധ്യാനശ്ലോകം ചൊല്ലിയ ഗോപണന്റെ അമ്മ ഭാനുമതി അക്കയ്ക്കും ഇന്ന് ഗൈഡൻസും എക്സ്പ്ലനേഷനും തന്ന ജ്യോതി അക്കയ്ക്കും സിന്ധു അനന്ത അക്കയ്ക്കും ഈ ശ്ലോകങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത ഗോപണ്ണൻ, ഓമനക്ക, ലതീഷണ്ണൻ, സ്വാതികണ്ണൻ, ജയലക്ഷ്മി അക്ക, സുസ്മിതണ്ണൻ, അഭിനവ് അണ്ണൻ, ദേവകി അക്ക, പ്രവീണണ്ണൻ എന്നിവർക്കും ഇന്നിവിടെ ലോക കല്യാണ മന്ത്രം ചൊല്ലുന്ന ശരത്തണ്ണനും വീഡിയോ റെക്കോർഡിംഗ് ആൻഡ് എഡിറ്റിംഗ് ചെയ്യുന്ന രുക്മിണി അക്ക, സുനൈന അക്ക എന്നിവർക്കും എന്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്നിവിടെ സന്നിഹിതരായി ചേർന്ന ഏവർക്കും നന്ദി അറിയിക്കുന്നു. എനിക്ക് ഈ അവസരം തന്ന SPYSS യോഗ സമിതിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ നാരായണീയ പഠനം എന്ന ആശയം സമിതിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയും പുതുമയാർന്ന അവതരണത്തോടെ ഏവരെയും സംഘടിപ്പിച്ച് വിജയപ്രദമാക്കുവാൻ ഒരു തപസ്യ പോലെ പ്രയത്നിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ഇന്ദിരാദേവി അക്കയ്ക്കും അതിനെ സഹായിക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അങ്ങനെ നമ്മുടെ നാരായണീയ പഠനം 75 ദിവസം ഭംഗിയായി പൂർത്തീകരിക്കുവാൻ അനുഗ്രഹിച്ച ശ്രീ ഗുരുവായൂരപ്പന്റെ പാതാരവിന്ദങ്ങളിൽ നമിക്കുന്നു. ഇനി ലോക കല്യാണ മന്ത്രം ചൊല്ലുന്നതിനായി ശരത്തണ്ണനെ ക്ഷണിക്കുന്നു. ഹരി ഓം അണ്ണ. ഹരി ഓം. ഇനി അടുത്തതായി ലോക കല്യാണ മന്ത്രം ചൊല്ലുന്നു. കൈകൾ നമസ്കാര സ്ഥിതി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം.